ഹലോ എവ്രി വൺ. അപ്പോൾ നാളത്തെ ഇക്കണോമിക്സ് +2 മോഡൽ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇത് 2025 മെയിൻ എക്സാമിന് ചോദിച്ചേക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. ലിസ്റ്റ് ഔട്ട് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് പോയിൻറ്റ്സ് മാത്രം മതി. എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ 3 മാർക്സിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്: ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ പിക്ചർ നിങ്ങൾ എടുത്തു വയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതെങ്ങനെയാണ് ആ സ്ലോപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇൻഡിഫറൻസ് കർവ്. രണ്ടാമത്തെ പോയിൻ്റാണ്: ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. ഈ പോയിൻ്റ് എന്താണ്? ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. മൂന്നാമത്തെ പോയിൻ്റാണ്: ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ കർവായിട്ട് 2-3 ലൈൻസ് വരുന്നതാണ് അല്ലേ? അത് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഓർക്കുക, ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻറ്റ്സും നിങ്ങൾക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് പോയിൻ്റ് മാത്രമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.